സീരിയൽ നടിയായിട്ടുള്ള ഗൗരി കൃഷ്ണയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഗൗരിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ വെച്ച് ഗൗരി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഈ അടുത്താണല്ലോ ഗൗരി തന്റെ ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള തീരുമാനം എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് തുടങ്ങി ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ഗൗരി ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഗൗരിയുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗൗരിക്ക് അത്യാവശ്യം നല്ല സൈബർ അറ്റാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ള തന്റെ അവസ്ഥയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഗൗരി ഇന്റർവ്യൂ തുടങ്ങുന്നത്. നമുക്ക് എന്തായാലും ഈ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം. മീഡിയ ഞാൻ ബ്ലെയിം ചെയ്ത് പറയല്ല, വളരെ മോശമായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി എന്റെ മാരേജിന്റെ സമയത്ത് അത് എന്നെ സീരിയസ്ലി എന്നെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും മീഡിയ അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു അഹങ്കാരി എന്ന് പറഞ്ഞില്ല. ബോൾഡ്, ഡെഫിനറ്റ്ലി ഐ എം എ ബോൾഡ് വുമൺ. പക്ഷെ ബോൾഡ്നെസ്സും അഹങ്കാരവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഈ ബോൾഡ്നെസ് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്താലോ നമ്മൾ ഒരാളോട് ധിക്കാരം പറഞ്ഞാലോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് കല്യാണത്തിന്റെ അന്ന് കാണിച്ച ആ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാരും ഇവൾ ആരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവൾ അഹങ്കാരി. സത്യം ചില ലിറ്ററലി ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാ. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എന്റെ ആ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2, 3, 4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലും സന്തോഷിക്കാൻ പറ്റിട്ടില്ല. അത്രയ്ക്ക് സൈബർ ആക്രമണങ്ങളാണ് കിട്ടുള്ളത്. സീരിയസ്ലി ഗൗരിയുടെ കല്യാണ സമയത്തുള്ള ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. സാധാരണ ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് ആയിരിക്കും മുന്നിട്ട് ഇറങ്ങി നടത്താറുള്ളത്. പക്ഷെ ഗൗരിയുടെ കല്യാണത്തിന് എല്ലാ കാര്യവും ഗൗരി തന്നെയായിരുന്നു മുൻകൈ എടുത്തിരുന്നത്. അത് അന്ന് പലർക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗൗരി കല്യാണത്തിന്റെ സമയത്ത് സ്വർണ്ണാഭരണങ്ങളൊന്നും അണിഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു. അതും പലർക്കും പ്രശ്നമായി. അതുപോലെ തന്നെ ഗൗരി താലി കെട്ടാൻ വേണ്ടി മണ്ഡപത്തിൽ ഇരുന്നപ്പോൾ നാണിച്ചില്ല, കൈ കൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു. ഇതൊക്കെയായിരുന്നു പലരുടെയും പ്രശ്നം. ഗൗരിക്ക് ജാടയാണ്, അഹങ്കാരമാണ്, ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലാണ് അന്ന് ആളുകൾ ഗൗരി അധിക്ഷേപിച്ചത്. ഓൺലൈൻ മീഡിയ തിക്ക് കയറിയ ഒരു കല്യാണം കൂടി ആയിരുന്നു ഗൗരിയുടെ. താലി കെട്ടുന്ന സമയത്ത് സ്റ്റേജ് മുഴുവനും ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായി. ഇവർ തിക്കി കൂടി നിന്നിട്ട് സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് താലികെട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഗൗരിയുടെ അച്ഛന് പോലും സ്റ്റേജിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനത്തെ എന്താ കഥ എന്നുള്ള രീതിയിലാണ് ഗൗരി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചത്. അതൊക്കെ അന്ന് വൻ വിവാദമായിരുന്നു. താലി കെട്ടാൻ വേണ്ടി മണ്ഡപത്തിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ല, അടങ്ങി ഒതുങ്ങി തലയും താഴ്ത്തി ഇരിക്കണം എന്നൊക്കെയായിരുന്നു അന്നത്തെ ആളുകളുടെ കണ്ടുപിടുത്തം. അതുപോലെ ഗൗരി ആ സമയത്ത് ഓൺലൈൻ മീഡിയ വിമർശിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ ഓൺലൈൻ മീഡിയക്കാരെന്തൊക്കെ ഗൗരിക്കെതിരെ ചെറിയൊരു ഹെയ്റ്റ് ക്യാമ്പയിനും തുടങ്ങി. അങ്ങനെ കല്യാണ സമയത്ത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് ഗൗരിക്ക് നേരിടേണ്ടി വന്നത്. കല്യാണ സമയത്തുണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഗൗരി ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനതെല്ലാം കൂടി പ്ലേ ചെയ്യുന്നില്ല, കാരണം ഇത് 2022 നടന്ന കാര്യമാണ്. മാത്രമല്ല നമ്മൾ തന്നെ അന്ന് 2 തവണ ഗൗരിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയതാണ്. ആക്ച്വലി 2022 നടന്നതാണെങ്കിലും ഗൗരി പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴും റെലവന്റ് ആണ് കേട്ടോ. അത് വേറെ കാര്യം, റിപ്പീറ്റേഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് വെച്ചത്. എന്തായാലും ഗൗരിക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു സെലിബ്രിറ്റി ആവുമ്പോൾ നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആവണം അറ്റ് ടൈംസ് എന്നപ്പോ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. എനിക്കറിയാം എന്നേക്കാൾ വളരെ അഹങ്കാരികളായിട്ടുള്ള പലരും വളരെ നല്ല ഇമേജിലാവും. ഞാൻ ഒരിക്കലും എനിക്കൊരു കുറച്ചൊരു ബോധം വന്നേ പിന്നെ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കും, ദൈവം അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും പോലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അഹങ്കാരിയാണെന്ന്. എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും പറയത്തില്ല. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളായിട്ട്, പക്ഷെ എനിക്കത് എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിയലായിട്ട് നിൽക്കുക എന്നുള്ള അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു പീപ്പിൾ പ്ലീസർ അല്ല, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ടിട്ട് ജീവിക്കാൻ പറ്റൂല. ഞാൻ അവരെ ഉപദ്രവിക്കില്ല, അവരെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ വിടും. പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം, അത് എനിക്ക് മസ്റ്റാണ്. ഇതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജെന്യൂനായി നിൽക്കുന്ന ആളുകളെക്കാളും കൂടുതൽ സ്വീകാര്യത പലപ്പോഴും ഫേക്ക് ആയി നിൽക്കുന്ന ആളുകൾക്കാണ് കിട്ടാറുള്ളത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെയോ ഒന്നും മറച്ചു വെക്കാതെ നമ്മുടെ റിയൽ ഫീലിംഗ്സ് പുറത്ത് കാണിക്കുന്ന സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഒരു ഫേക്ക് ചിരിയും ഒട്ടിച്ച് വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പുറമേ നല്ല സൗഹൃദമൊക്കെ കാണിക്കും, എന്നാൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറ്റി കുറ്റം പറയും, പിറകിൽ നിന്ന് കുത്തും. അങ്ങനെയുള്ളവർക്ക് എല്ലായിടത്തും നല്ല സ്വീകാര്യതയായിരിക്കും. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സത്യസന്ധതയ്ക്കൊന്നും ഒരു വിലയുമില്ല എന്ന് തോന്നിയ ഒരു സംഭവമെങ്കിലും പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഫേക്കായി നിന്നാൽ മാത്രമേ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാണ്. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്,
എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ വരുമോ. സീരിയസ്ലി ആ കോമന്റില് ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് എ പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ ഞാൻ ഇതേ എന്റെ ലൈഫ് തകർന്നോ? ലിറ്ററലി ഐ എം വെരി ഹാപ്പി നൗ. അവിടെ എങ്ങനെയാണ് എന്റെ ലൈഫ് തകർന്നു എന്ന്? അതായത് ആ ഒരു കല്യാണം ഒന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവർ പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം. അവർ തീരുമാനിച്ചു എന്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല. പക്ഷെ ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പാഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ ജീവിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് ചില സമയത്ത് ചിരി വരും, സഹതാപം തോന്നും. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ മരണം വരെ. കാരണം കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചറിവ് അവർക്ക് വരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തീർന്നു, ലൈഫ് തീർന്നു. അല്ല, ഞാൻ എപ്പോഴും ഇപ്പൊ ചിന്തിക്കുന്നത് ദൈവമേ അവർക്ക് ആ തിരിച്ചറിവ് കിട്ടാണ്ടിരിക്കട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. കല്യാണമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വിവാഹ ജീവിതം തകർന്നാൽ ജീവിതം തന്നെ തകർന്നു എന്ന് കരുതുന്ന ആള് വളരെ പഴയൊരു കോൺസെപ്റ്റ് ആണ്. പണ്ടാണെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. ഒരു പെണ്ണ് ഡിവേഴ്സ് ആയി വീട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതോടെ അവളുടെ ജീവിതം തകർന്നു. പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. കാരണം അവൾക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞതായിരിക്കും, നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല. സ്വന്തം മകൾ ഡിവേഴ്സ് ആയി വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് തന്നെ അതൊരു ബാധ്യതയായി കണ്ടിരുന്ന ഒരു കാലം. ഡിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പാപമായി കണ്ടിരുന്ന ഒരു കാലം. ഡിവേഴ്സ് ആയാൽ അത് പെണ്ണിനെ മാത്രം കുറ്റമായി കണ്ടിരുന്ന കാലം. പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി. ഇന്ന് ഡിവോഴ്സ് ഒക്കെ സർവ്വസാധാരണമാണ്. ഡിവോഴ്സ് എന്നാൽ ജീവിതത്തിൽ അവസാനമാണെന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ മാറിക്കഴിഞ്ഞു. പലരും ഡിവോഴ്സ് സെലിബ്രേറ്റ് വരെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയല്ല ഈ കാലത്തൊക്കെ വന്നിരുന്നിട്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ, ഭർത്താവ് പോയില്ലേ, ഡിവോഴ്സ് ആയില്ലേ, ജീവിതം തകർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ടെങ്കിൽ അവരോട് സഹതാപം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഗൗരി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവർക്കൊക്കെ അഥവാ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാണെങ്കിൽ റിഗ്രറ്റ് അടിച്ച് ചത്തു പോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, എന്തായാലും ബാക്കിയൂടെ കേട്ടു വെക്കാം. ഇങ്ങനെ ഈ ഒരു പ്രഷറിൽ ഒരുപാട് ഏതൊരു സ്ത്രീയുടെ ആണെങ്കിലും ഏതൊരു പുരുഷന്റെ ആണെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോന്നും പ്രതീക്ഷകളോടെ, നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്, അല്ലെ? പക്ഷെ ദൈവം അത് ഈ പറയുന്ന പോലെ തന്നെ ചിലർക്ക് അത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോവാം, ചിലർക്ക് നമുക്കത് ശരിയായി എന്ന് തോന്നില്ല. എപ്പോഴും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരേപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരണമെന്നില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സെപ്പറേറ്റ് ആവുന്നു. അത് ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായം എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല പലപ്പോഴും സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ. കറക്റ്റ്, സത്യം അല്ലേ? 101% കറക്റ്റ്. ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു എന്താ അറിയോ, ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, നീ ഒരു സെലിബ്രിറ്റിയാണ്, ഇത് മീഡിയ ആഘോഷിക്കും. ഓൾറെഡി മറ്റേ കല്യാണത്തിന് അഹങ്കാരപ്പട്ടം കിട്ടിയിട്ടുണ്ട്. ഇവളുടെ അഹങ്കാരം കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് എല്ലാത്തിനും ഉപരി എന്റെ പേരൻസിനും ഈശ്വരനും അറിയാം റീസൺ എന്താണെന്ന്. മനസ്സിലായി? എനിക്ക് അതിനപ്പുറത്ത് വേറെ ആരെ പ്രൂവ് ചെയ്യണം? ഞാൻ വേണമെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് പേര് കമന്റ് ഇടുന്നവരെ പേടിച്ച് വേണമെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ജീവിതം തകർന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ എടുത്തത് ഇവരാരെങ്കിലും എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ കരഞ്ഞ ദിവസങ്ങൾ, ഞാൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ കൂടെ ഒരു 2-2.5 വർഷം വളരെ മോശം അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിന് എന്റെ ലൈഫിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് തരുന്ന ഡിസിഷൻസിന് ഞാൻ ഇവരുടെ അഭിപ്രായം എന്തിനു നോക്കണം? പക്ഷെ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതെ അതെ, നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസിനെ വെക്കണ്ട, അല്ലാതെ എത്ര പേരുണ്ട്. അതെ, കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ പേരൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇതെന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ എന്തോ ജീവിതം തീർന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടാ. ഒന്നുമില്ല, നമ്മുടെ ലൈഫ് പോയാൽ പോയി. പക്ഷെ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് പോയാൽ തിരിച്ചു കിട്ടൂല, ഒരാൾ പോയാൽ നമുക്ക് വേറെ തിരിച്ചു കിട്ടും. അതൊക്കെ അത്രേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആകെ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കാൻ നിന്നാണെങ്കിൽ അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായി മാറും. നമ്മുടെ കാര്യങ്ങൾ ലോകത്തെ മുഴുവനും ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, നമ്മുടെ പാരന്റ്സ്, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കള്, അത്ര മതി. ഇതിനപ്പുറത്തേക്ക് കുടുംബത്തിലെ അമ്മാവനെയും അമ്മായിയെ അടക്കം ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരെയും പേടിച്ച് ജീവിക്കേണ്ട കാര്യവുമില്ല. ഇത് നമ്മുടെ ജീവിതമാണ്. അതെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ കുറ്റപ്പെടുത്തുന്നവരും ഉപദേശിക്കാൻ വരുന്നവരും ഒന്നും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവരിതെല്ലാം പറഞ്ഞ് പൊടിയും തട്ടിപ്പോകും. പിന്നെ അനുഭവിക്കാൻ
അനുഭവിക്കാനുള്ളത് നമ്മൾ തന്നെ അനുഭവിക്കണം. ഈ ഭൂമിയിൽ ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. മരിച്ചു കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും ഓർക്കാൻ പോലും പോണില്ല. അപ്പൊ പിന്നെ ആരാണ് നമ്മൾ പേടിക്കുന്നത്? എത്ര മനുഷ്യന്മാരിവിടെ ജനിച്ചു മരിച്ചുപോയി. നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര പേര് മരിച്ചുപോയി. ആരെങ്കിലും ഓർക്കുന്നുണ്ട്? അതൊന്നും ഓർത്തിരിക്കാൻ ആർക്കും ഇന്ന് സമയമില്ല. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷം ബലി കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നല്ലപോലെ ജീവിക്കുക, ആർക്കും ഒരു ശല്യമാവാതിരിക്കുക, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുക, അത്ര മതി. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പട്ടികൾ കുരച്ചോണ്ടേയിരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ഇരുന്നാൽ മതി. കുറച്ച് കഴിഞ്ഞാലെങ്കിൽ അവരെ കുര നിർത്തി പോയിക്കോളൂ. അത്രേ ഉള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പൊ ഇല്ലാത്തത് എനിക്കൊരു കുറവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ പേരൻസ് ആണ്. എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. അവര് ലൈക്ക് ഒരു പേരൻസിനെ പോലെ ഒരിക്കലും ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കണം എന്ന് ഞാനാ പറഞ്ഞത്. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കരുത്, അഭിനയിച്ച് നടക്കുന്നു അവര് പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ, ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. കാരണം നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്കൊരു ആൾ കൂട്ട് വേണമെന്ന് തോന്നുമല്ലോ. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 29 ഇയേഴ്സിലാണ് എനിക്കൊരു കൂട്ടി. ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നു, മിസ്സിംഗ്. അപ്പൊ ഞാൻ ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല എന്താ റീസൺ. ഇല്ല, ഞാനായിട്ടൊരു പോയിന്റിൽ പറഞ്ഞതാണ്. ബിക്കോസ് എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പാരന്റ്സിനെ കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യമാണല്ലേ. പലർക്കും ഈ ഭാഗ്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഡിവോഴ്സ് ഒക്കെ ആയി വന്ന് നിൽക്കുന്ന പെൺമക്കളെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ പാരന്റ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മകളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗൗരി ഭാഗ്യവതിയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനി ഭർത്താവുമായി പിരിഞ്ഞതിന്റെ കാരണങ്ങളെ കുറിച്ച് ഗൗരി സംസാരിക്കുന്നുണ്ട്. അതുകൂടി കേട്ട ശേഷം നമുക്ക് നിർത്താം. ഗൗരി പറഞ്ഞിട്ടുണ്ട്, ലൈഫിൽ ഞാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രം ലൈഫ് നിൽക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. എനിക്ക് അതാണ് ആഗ്രഹവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് ചിലപ്പം ഒരു വ്യക്തിയെ മാത്രം മതിയാവില്ല എന്നുള്ളതും ഗൗരി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ മറ്റു വ്യക്തികൾക്ക് അതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പിന്മാറുകയാണ്. അതല്ലേ ഏറ്റവും ബെസ്റ്റ് വേ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. മനുഷ്യനാണ്, താല്പര്യങ്ങൾ മാറും, ഇഷ്ടങ്ങൾ മാറും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മാറിക്കൊടുക്കുക. ഞാനത് ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം വീണ്ടും വീണ്ടും വഷളാവാണ്. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ആ ഒരു ബന്ധം നശിപ്പിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാനെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, എനിക്കൊരു ഫാമിലി വേണം എന്ന അതിയായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ബിക്കോസ് ആരും എന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചതല്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പേരൻസിന് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അവിടെ പോയി പെർമിഷൻ ചോദിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്കെല്ലാം ഒന്നിച്ച് ചെയ്യണം. കുറച്ച് സമയം എനിക്ക് ഒന്നിച്ച് വേണം. മേ ബി ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ടിങ്ങിന് പോവുകയോ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഫാമിലി ടൈം വേണം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒന്ന് എന്നുള്ള ഒരു കിട്ടിയിട്ടില്ല. ഇല്ല, അതില്ല. അത് മീൻസ് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല ഒരിക്കലും. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത്? അദ്ദേഹത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ച. ഈവൻ ഷോപ്പിങ്ങിന് പോകുന്നത് പോലും നമ്മൾ ഒരുമിച്ചാണ്. വേണ്ട, ഒരു മന്ത്ലി ഒരു 2-3 ഡേയ്സ് എനിക്ക് ഒന്നിച്ചൊന്ന് കിട്ടിയാൽ ഐ എം ഹാപ്പി. പക്ഷെ അതുപോലും നമുക്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. എക്സാക്ട്ലി. വെറുതെ ഒരു മാരീഡ് എന്നുള്ള ഒരു സ്റ്റേറ്റസ് നമുക്ക് ആവശ്യമില്ലല്ലോ. എനിക്കത് വേണ്ട, എനിക്കത് വേണം. സ്റ്റേറ്റസോ ലേബലോ എനിക്ക് ആവശ്യമില്ല. ആ വ്യക്തിയെയും ആ പ്രസൻസും എനിക്ക് വേണം, എനിക്ക് മാത്രമായിട്ട് വേണം. അത്രേ ഉള്ളൂ. ഞാനിനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ബോൾഡ് ആയിട്ടുള്ളൊരു ബോൾഡ്നെസ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാർട്ട്ണറിന്റെ കൂടെ ഒരു ലൈഫ്. ഡെഫിനറ്റ്ലി എനിക്കത് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കത് വേണം. പക്ഷെ അത് റൈറ്റ് പേഴ്സന്റെ കൂടെ ആയിരിക്കണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്നെയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതാ. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ ആവുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗൗരി പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഭർത്താവിനൊന്നും കിട്ടിയില്ല. എന്നാലും ഓക്കെ ആക്കാൻ വേണ്ടി ഗൗരി ശ്രമിച്ചു നോക്കി, നടന്നില്ല. സോ ഇനിയും അവിടെ തന്നെ തൂങ്ങി പിടിച്ച് ജീവിതം കളയുന്നതിനും നല്ലത് ആ ബന്ധം ഉപേക്ഷിക്കുന്നതാണെന്ന് ഗൗരിക്ക് തോന്നി. അങ്ങനെ അവർ ഭർത്താവുമായി പിരിഞ്ഞു.
അത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ചിലരൊക്കെ ചെയ്യുന്ന പോലെ ഭർത്താവിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവീതം ഉണ്ടാക്കാൻ പോവുകയല്ല വേണ്ടത്. നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാന്യമായിട്ട് ഇറങ്ങി പോരുക, അത്രയേ ഉള്ളൂ. ഗൗരിയെ സംബന്ധിച്ചിടത്തോളം ഗൗരി ജീവിതത്തിൽ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ഡിപ്രഷന് വേണ്ടി ട്രീറ്റ്മെന്റും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം റിക്കവർ ആയി പുതിയ ജീവിതത്തിലേക്ക് ഗൗരി കടന്നു കഴിഞ്ഞു. ഗൗരിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് ചേട്ടൻ നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.